എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സങ്കീർത്തനം 15 1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലോർഡ്, ഹൂ മേ ഡ്വെൽ ഇൻ യോർ സാങ്ച്വറി, ഹൂ മേ ലിവ് ഓൺ യോർ ഹോലി ഹിൽ. നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആരെയും കൊണ്ട് സാധിക്കും? ഇത് ദാവീദ് ചോദിക്കുക. ദാവീദ് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ വണ്ടറടിക്കുക. ഇതാരെയും കൊണ്ട് സാധിക്കും? ആർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ജീവിക്കാൻ സാധിക്കും? അത് കഴിഞ്ഞിട്ട് ദാവീദ് അങ്ങനെ ആരെയും കൊണ്ട് പറ്റും എന്നുള്ളത് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആരാ? ഹീ ഹൂസ് വാക്ക് ഈസ് ബ്ലെയിംലെസ്, നീ നേരായ വഴിയിൽ നടക്കുന്ന വ്യക്തി. പിന്നെ ആൻഡ് ഹൂ ഡസ് വാട്ട് ഈസ് റൈച്ചസ്, ഹൂ സ്പീക്സ് ദ ട്രൂത്ത് ഫ്രം ഹിസ് ഹാർട്ട്. അങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റ്. ഹൃദയം കൊണ്ട് സത്യം മാത്രം സംസാരിക്കുന്ന വ്യക്തി. അങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ആ ലിസ്റ്റ് ഇങ്ങനെ പോയി 5-ാം വാക്യം വരെ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് ദാവീദ് എഴുതിയിരിക്കുക. എന്നിട്ട് അവസാനം പറയുകയാണ്, 5-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ്: ഹീ ഹൂ ഡസ് ദീസ് തിങ്സ് വിൽ നെവർ ബി ഷേക്കൻ. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. കാര്യമൊക്കെ ശരിയാ, ദാവീദ് ചിന്തിക്കുക. പക്ഷെ ആരെയും കൊണ്ട് സാധിക്കും? ആർക്കിങ്ങനെ ജീവിക്കാൻ സാധിക്കും? ചുമ്മാതെ ഒരു പ്രാവശ്യം പോയി ദൈവത്തിൻ്റെ പർവ്വതത്തിൽ പോയി ഒന്നോ എത്തി നോക്കിയിട്ട് തിരിച്ചു പോകുന്നതല്ല. അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഒരിക്കലും കുലുങ്ങിപ്പോകാതിരിക്കുന്നത്. ആരെയും കൊണ്ട് സാധിക്കും? ആ ചോദ്യം കേട്ടാൽ ഇത് നടക്കത്തില്ല എന്ന് തോന്നും, അല്ലേ? പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല, സാധിക്കും. പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 19 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും: ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴുകിയ എനിക്കും നിങ്ങൾക്കും ഇത് സാധ്യമാണ്. ഈ ദൈവത്തിൻ്റെ പർവ്വതം, അല്ലെ നിന്റെ വിശുദ്ധ പർവ്വതം എന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ശരിക്കും ദൈവവചനത്തിൽ പറയുന്ന ആ ഒരു വാക്യത്തിൽ പറയുന്നതാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ തന്നെ തളിച്ച്, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മൂടി നമ്മൾക്ക് ഇന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാ? അത് വാസ്തവത്തിലൊരു സ്ഥലമാണ്. അത് ചുമ്മാതെ ഒരു വ്യക്തിയുടെ ഇങ്ങനെ ചിന്തകളിൽ ഉള്ള ഒരു ഭാവനയിലുള്ള ഒരു കാര്യമല്ല. അത് ആക്ച്വലിൽ ഉള്ള ഒരു സ്ഥലമാണ്. അതെവിടാന്നറിയോ? സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം. ശരിക്കും സ്വർഗത്തിലൊരു മന്ദിരം ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ആലയം സ്വർഗത്തിലുണ്ട്. പഴയ നിയമത്തിൽ അതുകൊണ്ടാണ് ദൈവം മോശയ്ക്ക് അതിൻ്റെ ഒരു രൂപമാണ് ടാബർനാക്കിളിൽ പറഞ്ഞു കൊടുത്തത്. ശലോമോൻ പണിത ദേവാലയം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ശരിക്കുമുള്ള മന്ദിരം എവിടെ? സ്വർഗത്തിൽ. അവിടെയാണ് ദൈവം വസിക്കുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്തിൽ. പക്ഷേ എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതിയ വ്യക്തി പറയാണ്, എനിക്കും നിങ്ങൾക്കും ഇന്ന് ആ സ്വർഗത്തിലുള്ള അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ട്. നമ്മൾ വെറും ശരീരം മാത്രമല്ല, നമ്മൾ ആത്മീയ മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ക്രിസ്തുയേശുവിൻ്റെ രക്തം മൂലം നമ്മൾക്ക് ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ട്. പ്രവേശനം മാത്രമല്ല, അവിടെ നമുക്കങ്ങ് വസിക്കാൻ സാധിക്കും. ദൈവ സാന്നിധ്യം എൻജോയ് ചെയ്ത് വസിക്കാൻ സാധിക്കും. എപ്പോഴൊക്കെയാണെന്നറിയോ? നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ കോളേജിൽ പോകുമ്പോൾ, നമ്മൾ കൂട്ടുകാരോട് വർത്താനം പറയുമ്പോൾ, നമ്മൾക്ക് വീട്ടിനകത്തിരുന്ന് അടുക്കളയ്ക്കകത്തിരുന്ന് കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ, നമ്മൾ പുറത്ത് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ, എന്ത് ചെയ്താലും ദൈവ സാന്നിധ്യത്തിനകത്ത് വസിക്കാൻ സാധിക്കും എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് പറ്റുന്ന പരാജയം എവിടെയാണെന്നറിയോ? നമ്മൾ ഈ ഒരു അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾ പ്രവേശിക്കാറുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കുകയൊക്കെ ചെയ്യും. ഞായറാഴ്ച ആരാധനയിൽ പള്ളി പോകുമ്പോൾ, ആരാധനാലയത്തിൽ പോകുമ്പോൾ, ആരാധിക്കുമ്പോഴൊക്കെ എന്തൊരു ദൈവസാന്നിധ്യമായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ നിന്ന് അങ്ങ് പുറത്തിറങ്ങി പിന്നെയും ലോകത്തിലേക്ക് പോകും. പിന്നെ അടുത്ത മീറ്റിംഗ് വരണം, അല്ലെങ്കിൽ അടുത്ത കോൺഫറൻസ് വരണം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലൊന്ന് പ്രവേശിക്കണമെങ്കിൽ. അതല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. മോശയെക്കുറിച്ച് പറയുന്ന, മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കാല കിടക്കുന്ന ചെരുപ്പ് നൂരിക്കള, കാരണം നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം മോശ അതിനുശേഷം ചെരുപ്പിടാതെ നടന്നെന്നാണോ? അല്ല, ആ സ്ഥലം വിശുദ്ധ സ്ഥലമായതുകൊണ്ട് ചെരുപ്പൂരി കളഞ്ഞു. അവിടുന്ന് പുറത്തിറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം ആ ചെരുപ്പെടുത്തിട്ടുകൊണ്ടാണ് പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോയത്. പക്ഷെ മോശ അന്നൊരു ആ പരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയി, പിന്നെ ഇറങ്ങിപ്പോയി, പിന്നെ കയറിപ്പോയി, പിന്നെ ഇറങ്ങിപ്പോയി. അങ്ങനെയല്ല പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്തുയേശുവിൻ്റെ ശരീരം
ആ ആ ഒരു തിരശീല കീറി നമ്മൾക്ക് വേണ്ടി പുതിയൊരു മാർഗം തുറന്നു തന്നിരിക്കുക. എന്താണ്? എപ്പോഴും പേടിച്ച് വിറച്ചുകൊണ്ടല്ല. പഴയ നിയമകാലത്ത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരാൾ മഹാപുരോഹിതൻ വിറയലോടുകൂടി കയറി ചെല്ലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ധൈര്യമായിട്ട് കയറി ചെല്ലാനാണ് പറയുന്നത്. ധൈര്യമായിട്ട്. കാരണം നമ്മുടെ കഴിവും കൊണ്ടല്ല, നമ്മുടെ മിടുക്കും കൊണ്ടല്ല നമ്മൾ ആ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലുന്നത്. നമ്മുടെ യോഗ്യതയും കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ തന്നെ മറച്ചു കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അപ്പം നോക്കുമ്പോൾ അപ്പം കാണുന്ന വിശുദ്ധനായ പുത്രൻ്റെ രക്തമാണ് നമ്മുടെ മേൽ. ക്രിസ്തുവിൻ്റെ ആ വിശുദ്ധിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ദാവീദ് പറയാണ് അവിടെ അങ്ങ് താമസിക്കുക. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോയി ഹായ് പറഞ്ഞ് ഓടിപ്പോകുന്ന അവസ്ഥയല്ല. അവിടെ നമുക്ക് പാർക്കാൻ സാധിക്കും. അവിടെ ആ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുന്നത് ഒരു പ്രാക്ടീസ് ആക്കിയാണ്ടല്ലോ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ മേൽ പകരുക, നമ്മളും വിശുദ്ധരായി തീരുക. അപ്പം അങ്ങനെ വിശുദ്ധരായി തീരുന്ന ദാവീദ്, പഴയ നിയമകാലത്ത് ദാവീദിന് ഇത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പം ദാവീദ് ചോദിക്കുവോ, ആരെയും കൊണ്ട് സാധിക്കും? എങ്ങനെ സാധിക്കും? ഇങ്ങനെ സാധിക്കും, ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറിഞ്ഞ്. അങ്ങനെ ജീവിക്കുന്ന നമ്മളൊരു പ്രാക്ടീസ് ആക്കിയാൽ രണ്ട് കാര്യം സാധിക്കും. എന്താണെന്നറിയോ? ഒന്ന്, ഒരു വിശുദ്ധനെ ദുരാത്മാക്കൾക്ക് ഭയമാണ്. ഈ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു യേശുവിനെ ഈ ദുരാത്മാക്കൾ കണ്ടപ്പോൾ പറയോ, അയ്യോ നീ ദൈവത്തിൻ്റെ വിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾക്ക് നിന്നെ പേടിയ. ഒരു വിശുദ്ധനെ ദുരാത്മാക്കൾക്ക് പേടിയ. രണ്ട്, മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ. ആത്മമണ്ഡലത്തിൽ ദുരാത്മാക്കൾക്ക് വിശുദ്ധനെ പേടിയാണെങ്കിൽ ഈ ഭൗമിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിൽ ദുഷ്ടതയിൽ ജീവിക്കുന്ന വ്യക്തി, അവർ ചിലപ്പോൾ വലിയ വലിയ പാർട്ടികളാവാം, ചിലപ്പോൾ അവർക്ക് വലിയ ധനം കാണും, ചിലപ്പോൾ അവർക്ക് വലിയ ഹോൾഡും ഇൻഫ്ലുവൻസും ഒക്കെ കാണും. പക്ഷെ അവർ ദുഷ്ടന്മാരാണെങ്കിൽ അവർക്കൊരു വിശുദ്ധനെ പേടിയാണ്. ഇവിടെ മർക്കോസ് 6:20 ഹെരോദാവിനെ കുറിച്ച് പറയുന്നത്. ഹെരദ് ദ ടെട്രാർക്ക്, അല്ലെ ഹെരദ് ആന്തിപ്പാസ് എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ രാജാവ്, വലിയ പവറുള്ള വ്യക്തി. പക്ഷെ അവൻ ദുഷ്ടനായിരുന്നു. അപ്പോൾ അവനെക്കുറിച്ച് അവിടെ പറയണം, അവന് യോഹന്നാൻ സ്നാപകൻ വിശുദ്ധനാകിയാൽ അവനെ ഭയമായിരുന്നു. രണ്ട് ഗ്രൂപ്പിന് നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മളെ ഭയമായിരിക്കും. അത് മാത്രമല്ല, ദൈവം തരുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്ന ആൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് എന്താണെന്നറിയോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ്, ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. ദൈവത്തിൻ്റെ ആ കുന്ന്, ആ പർവ്വതത്തിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും, അവിടെ വസിക്കുന്ന എല്ലാത്തിനെയും ദൈവം അവരെ തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുക. അത് കഴിഞ്ഞ് ദൈവം പറയണം, ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിപ്പിക്കും, അത് അനുഗ്രഹകാരണമായ മഴയായിരിക്കും. സോ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും, ഈ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു സ്വഭാവമുള്ളവർക്ക് അവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ഒരു മഴയും എപ്പോഴും കാണും. അതുകൊണ്ട് ദൈവമക്കളെ, ദാവീദ് ചോദിക്കുന്നത് ആരെയും കൊണ്ട് സാധിക്കും? നമ്മളെ കൊണ്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ മറച്ച് എപ്പോഴും അപ്പൻ്റെ സന്നിധിയിൽ വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.